ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തീരുമാനങ്ങൾ താമസിപ്പിക്കുന്നത് അടിസ്ഥാനപരമായി പറഞ്ഞാൽ ഭയം കൊണ്ടാണ്. എനിക്ക് ഭയമില്ല എന്നൊക്കെ പറഞ്ഞാലും പല തീരുമാനങ്ങളും താമസിപ്പിച്ച് കൊണ്ടുപോകുന്നത് ഭയം കൊണ്ടാണ്. അതിൻ്റെ കാരണത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് പ്രാപിച്ചത്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ പ്രാപിച്ചിട്ടുള്ളത്. അതേ ആത്മാവിനാൽ നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നു. നമ്മുടെ കേരളത്തിൽ ഈ വളരെ ജനങ്ങൾ തെറ്റിദ്ധാരണയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ദൈവസഭകളെന്ന് പറയുന്നിടത്ത് പോലും അവിടുത്തെ വിധേയത്വം എന്നൊക്കെ പറയുന്നത് ഒരു പരിധിവരെ വളരെ തെറ്റായ അവസ്ഥയിലൂടെയാണ് പോകുന്നത്. ഇവിടെ പറയുന്നു, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ പ്രാപിച്ചിട്ടുള്ളത്. അതേ ആത്മാവിനാൽ നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നു. ആബാ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുന്നെങ്കിൽ ഭൂമിയിലുള്ളവരെ സഹോദരങ്ങളെ എന്നാണ് വിളിക്കുന്നത്. സഹോദരങ്ങൾ ഒരുമിച്ച് വസിക്കുന്നിടത്ത് എന്താണ് ഭയത്തിൻ്റെ അടിസ്ഥാനം? എന്താണ് അടിമത്തം? അപ്പോൾ ഇവിടെ ഇതിനകത്ത് തന്നെ പറയുന്നത് ഭയത്തിലേക്ക് നയിക്കുന്ന ഒരാത്മാവുണ്ട്. ആ ഒരാത്മാവ് അടിമത്തത്തിൻ്റെ ആത്മാവാണ് എന്നാണ് പറയുന്നത്. അപ്പം വീണ്ടും അടിമത്തത്തിലേക്ക് നയിക്കുന്ന ഭയത്തിൻ്റെ ആത്മാവുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ആത്മാവുണ്ട്. അത് കൂടുതലും ഈ ദൈവസഭകൾ എന്ന് പറയുന്ന സഭകൾക്കകത്താണ്. പ്രത്യേകിച്ച് അത് കൂടുതൽ ഈ ന്യൂജൻ സഭകൾക്കകത്താണുള്ളത്. ഈ അടിമത്തത്തിലേക്ക് നയിക്കുന്ന ഭയത്തിൻ്റെ ആത്മാവ്, ശക്തനാത്മാവ്. ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് നമ്മൾ ഈ ബുദ്ധി കാണുന്ന ഭയമൊന്നുമല്ല. ബുദ്ധി കാണുന്ന ഭയമല്ല, ഒരാത്മീയ ഭയം ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ബുദ്ധി കാണുന്ന ഭയമൊന്നുമല്ല. ഇപ്പോൾ ആർക്കും ആരെയും ഭയമൊന്നുമില്ല, അതാണ് സത്യം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, സഭകളിൽ നേതൃത്വത്തെ വിശ്വാസികൾക്ക് ഭയമുണ്ട് എന്നത് തന്നെയാണ് സത്യം. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തീരുമാനമെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഭയമുണ്ട്. ഇപ്പോൾ വചനവിരുദ്ധമാണ് ഒരു കാര്യം നടക്കുന്നതെങ്കിൽ അവിടുന്ന് ഓടിപ്പോകേണ്ടതായ ഒരർത്ഥമുണ്ട്. നിങ്ങളെ ഒരാൾ അവിടെ സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് ഇരിക്കുന്നിടത്ത് വചനവിരുദ്ധമാണ് കാര്യങ്ങളെങ്കിൽ അവിടുന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു ബാധ്യത ഏത് വിശ്വാസിക്കുമുണ്ട്. അല്ലെങ്കിൽ ദൈവവചനമായ ബൈബിൾ അടിസ്ഥാനപ്പെടുത്തി വെച്ചിരിക്കുന്നിടത്ത് ബൈബിളിന് വിരുദ്ധമായ ഒരു കാര്യം നടക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ അവിടെ ഇരിക്കുന്നു എങ്കിൽ ഈ അടിമത്തത്തിൻ്റെ ആത്മാവ് ആ വ്യക്തിയിൽ വ്യാപരിക്കുന്നു എന്ന് ഉറപ്പാണ്. ഇനി കാര്യങ്ങൾ മനസ്സിലാക്കി സത്യത്തിൽ നിലനിൽക്കാൻ തീരുമാനിച്ചാൽ, മതപരമായ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് ചിന്തിച്ചാൽ, എന്ന് പറഞ്ഞാൽ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ എൻ്റെ മതപരമായ കാര്യങ്ങൾ എങ്ങനെ നടക്കും? ഉദാഹരണം, സർട്ടിഫിക്കറ്റ്, ആനുകൂല്യങ്ങൾ. സാധാരണക്കാർ പലരും പലയിടത്തും കുടുങ്ങി കിടക്കുന്നതിൻ്റെ കാര്യം അതാ. പിന്നെ കുറച്ചുകൂടെ മാറിക്കഴിഞ്ഞാൽ മരണം, സംസ്കാരം, കല്ലറ, പലരുടെയും പ്രശ്നം അതാ. മക്കൾക്ക് വിവാഹം വന്നാൽ എന്നാ കാണിക്കും? സാമൂഹിക സെറ്റപ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അത്യാവശ്യം കൊള്ളാവുന്ന ചർച്ചിലൊക്കെയാണ് ഇപ്പോൾ പലരും വലിയ ഗമയ്ക്ക് പറയുന്നുണ്ട് ഞങ്ങളുടെ ചർച്ച് AC ആണ്. ഞങ്ങളുടെ ചർച്ച് പരിശുദ്ധാത്മാവില്ലെന്നല്ല പറയുന്നത്, ഞങ്ങളുടെ ചർച്ച് AC ആണെന്നുള്ളതാണ് കൂടുതലും. AC ചർച്ച് അതേതാണ്ട് വലിയ ക്രെഡിറ്റ് ആണെന്നാണ് പരിശുദ്ധാത്മാവില്ലാത്ത പല മണ്ടന്മാരും ധരിച്ചു വെച്ചേക്കുന്നത്. കാരണം ഇച്ചിരി വെള്ളമൊക്കെ അടിച്ചിട്ട് വന്നാൽ AC-ക്കകത്താണ് ഇരിക്കാൻ സുഖമുണ്ടല്ലോ എന്നുള്ളൊരു കണക്കൂട്ടല്ല ഈ വർത്തമാനം പറഞ്ഞത്. ഞങ്ങളുടെ ചർച്ച് AC ആണ്. ചർച്ചിൻ്റെ വലിപ്പം, ചർച്ചിൽ വരുന്ന ആൾക്കാരുടെ ഗ്ലാമർ, ആ വരുന്ന കാറിൻ്റെ വലിപ്പം, ഇതെല്ലാം കൂടെ ഓർക്കുമ്പോൾ ഇതിനകത്തുനിന്ന് പോകുന്നില്ല, ഇവിടെങ്ങാനും നിന്നേക്കാം. ഇനി വചനപരമായ അടിസ്ഥാനമില്ലാത്ത വിശ്വാസങ്ങൾ, അതിനെ ധിക്കരിക്കാനുള്ള ഭയം. വചനപരമായ അടിസ്ഥാനമില്ലാത്ത പല കാര്യങ്ങളും പലയിടത്തും ചെയ്യുന്നുണ്ട്. ദൈവസഭകൾ എന്ന് പറഞ്ഞിടത്ത് പോലും ചെയ്യുന്നുണ്ട്. അതൊന്ന് ചോദ്യം ചെയ്യാനോ അത് വേണ്ടാന്ന് വെക്കാനോ ഉള്ള ഒരു ഭയം. ഇതെല്ലാം ഈ അടിമത്തത്തിലേക്ക് നയിക്കുന്ന ആത്മാവാണ്. പിന്നെ തള്ളിപ്പറയേണ്ടവ തള്ളിപ്പറയാതെ ഒരു വിശ്വാസത്തിൻ്റെ അഭിനയം,
അപ്പം നമ്മൾ നോക്കുമ്പോൾ പല സഭകളിലും ജനത്തിനൊക്കെ അറിയാം ഇതൊക്കെ തെറ്റാണ്, പക്ഷേ തെറ്റാണെങ്കിലും ഞാൻ ഇവിടെ എങ്ങനെ അങ്ങ് കൂടുക. പിന്നെ ഈ സത്യം മനസ്സിലാക്കി എന്ന് പറയുന്നുണ്ട്, പക്ഷേ നടപടി അവർക്ക് ഭയവാ. അയ്യോ, ഞാനായിരിക്കുന്ന സംഘടന എന്നെ ഇറക്കി വിട്ടാൽ എന്നാ കാണിക്കും. ഈ നടപടി ഭയം അടിമത്തത്തിൻ്റെ ആത്മാവാണ്. ഇപ്പോൾ ഞാൻ ഓർക്കുന്നു, ചിലരൊക്കെ വലിയ ആകാശം മുട്ട ഉള്ള വലിയ പള്ളികളുണ്ടായിരുന്ന സഭകൾക്കകത്തുനിന്ന് സത്യം അതല്ലെന്നും പറഞ്ഞ് മനസ്സിലാക്കി ഇറങ്ങി വരുന്നത്. പക്ഷേ ഇറങ്ങി വന്നു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ന്യൂ ജനറേഷൻ സഭകളിലൊക്കെ കയറും, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ സഭകളിലൊക്കെ കയറും, ദൈവസഭ എന്ന് അവകാശപ്പെടുന്നിടത്ത് കയറും. പക്ഷേ കയറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെയും വചനവിരുദ്ധമായ കാര്യങ്ങളാണ്. അതിനകത്തുനിന്ന് വെളിയിലോട്ട് പോകാൻ അവർക്ക് ധൈര്യമില്ല. അവർ പറയും എല്ലാ സഭയും കണക്കായി, ഇനിയിപ്പോൾ നമ്മളായിട്ട് ഇനി എങ്ങോട്ട് പോകാൻ, ഇവിടെ അവിടെ നിന്ന് ഇറങ്ങിയും പോയി, ഇല്ലത്ത് നിറങ്ങുകയും ചെയ്തു, അമ്മാത്ത് ചെല്ലുകയില്ല, ചെന്നുമില്ല എന്നുള്ള ഒരവസ്ഥയിൽ എന്നാൽ പിന്നെ ഇവിടെ എങ്ങാനും കൂടിയേക്കാം എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥ. അതിനെ അടിമത്തത്തിൻ്റെ ആത്മാവെന്നാണ് പറയുന്നത്. അടിമത്തത്തിൻ്റെ ആത്മാവ് അത്. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? അങ്ങനത്തെ 10 പേര് ചേർന്നൊരു കൂട്ടായ്മ ഉണ്ടാകുകയാണെങ്കിൽ, പക്ഷെ അതിന് ചെയ്യല. അതിനകത്തൊക്കെ നോക്കുമ്പോൾ അതൊക്കെ വലിയ റിസ്ക്കാണ് എന്ന് പറയും. നിത്യതയെ സംബന്ധിച്ച് കർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നതിന് ഒരു റിസ്ക് ഉണ്ട് എന്ന് എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം. അവിടെ ചെന്ന് കഴിയുമ്പോൾ വ്യക്തിപരമായിട്ട് ഒറ്റയാൾ മാത്രമാണ്. നീ ഏതെങ്കിലും വേസ്റ്റ് കുഴിക്കകത്ത് കിടന്നിട്ട് ആ ചെളിയായിട്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാര്യം ഭയങ്കര ഗ്ലാമറൊക്കെ ആയിരിക്കും. പക്ഷേ ആ വേസ്റ്റ് കുഴിയുടെ ചെളിയായിട്ട് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ന്യായവിധി സമയത്ത് നിൽക്കുമ്പോൾ ചോദിക്കും എന്നാ കാര്യം? ഇതെല്ലാം നിനക്ക് കാര്യങ്ങൾ അറിയാമായിരുന്നോ? ദൈവം പറയും. അപ്പം നമ്മൾ പറയും കാര്യങ്ങളൊക്കെ എനിക്കറിയാമായിരുന്നു, പക്ഷേ ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അതെന്നാ പറ്റാഞ്ഞത്? ഞാൻ നോക്കിയപ്പോൾ ഈ സെറ്റപ്പും ഈ കാര്യങ്ങളും ഒക്കെ വെച്ച് ഞാനങ്ങ് നിന്നു. ഇനി ഇതിനൊക്കെ മറുചിന്തകൾ എന്താണെന്നറിയാവോ? ഈ കല്ലറയൊക്കെ അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കുന്നവർ ഇന്ന് വരെ ഭൂമി മരിച്ചിട്ട് ഒരുത്തനെ പോലും അടക്കാതെ വെച്ചിട്ടില്ല എന്ന് ചിന്തിച്ചാൽ കല്ലറയുടെ പ്രശ്നം അങ്ങ് തീരും. ഞാനൊരു ദേവദാസനോട് സംസാരിച്ചപ്പം ആ ദേവദാസൻ വളരെ രസകരമായ ഒരു കാര്യം പറഞ്ഞു. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടിട്ട് വലിയ കല്ലറയൊന്നും ഉള്ള സഭ കിട്ടാത്തതുകൊണ്ട് പോകാതെ നിൽക്കുക. അപ്പം അങ്ങനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, മരിച്ചാൽ എവിടെ കിടക്കുമെന്ന് അയാൾ ചോദിക്കുന്നത്. അന്നേരം ദേവദാസൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ ഒന്ന് മരിക്കുക, നിന്നെ ഞാൻ അടക്കാം. ധൈര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് വരെ മരിച്ചിട്ട് ഒരുത്തനെ അടക്കാതെ ഒരിടത്തും വെച്ചിട്ടില്ല, എവിടെയും അടക്കും. അപ്പം മരിച്ചു കഴിഞ്ഞാൽ എവിടെ അടക്കുമെന്നുള്ള ഭയം, അത് അടിമത്തത്തിൻ്റെ ആത്മാവാണ്. ഇനി വിവാഹം എങ്ങനെ ചെയ്യും? അതിന് നിയമപരമായി ധാരാളം സാധ്യതയുണ്ട്. ഒരു മതക്കാർക്കും കല്യാണം നടത്താൻ വ്യവസ്ഥയില്ല ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം. ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അതിന് യാതൊരു സാധ്യതയില്ല. ഇന്ത്യയിൽ നിന്ന് വെളിയിലോട്ട് പോയി ഭാര്യയും ഭർത്താവുകയെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തത് വേണം. പിന്നെ ഈ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹത്തെക്കാളും കൂടുതൽ ഈ ആനുകൂല്യങ്ങളും സർക്കാരിൽ നിന്നുള്ള കാര്യങ്ങളും ഒക്കെ ചിന്തിക്കുന്നവർക്ക് അവരെയും ഈ ഭയത്തിൻ്റെ അടിമത്തത്തിൽ അവർ ഈ അടിമത്തത്തിൻ്റെ ആത്മാവിലാണ്. ചിലരൊക്കെ അതുകൊണ്ടാണ് മാറാത്തത്. കാരണം കാര്യമൊക്കെ അറിയാം, പക്ഷേ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ലൈഫിൻ്റെ വീട് കിട്ടുകയില്ല, പിള്ളേർക്ക് കിട്ടുന്ന ഫീസ് ഡിസ്കൗണ്ട് കിട്ടുകയില്ല, പല ആനുകൂല്യങ്ങളും കിട്ടുകയില്ല, സ്റ്റൈഫൻഡ് കിട്ടുകയില്ല. അപ്പോൾ ദൈവത്തെക്കാളും ഉപരി അവർ സ്നേഹിക്കുന്നത് അവർക്ക് ഈ ആനുകൂല്യവും സ്റ്റൈഫൻഡും ലൈഫിൻ്റെ വീടും ഒക്കെയാണ്. പിന്നെ ചിലർ ചിന്തിക്കുന്നത് നിത്യതയൊക്കെ രണ്ടാമത്തെ കാര്യമല്ലേ, ഇവിടുത്തെ കാര്യമല്ലേ ആദ്യമേ, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം. അങ്ങനെയുള്ളവർക്ക് കൃത്യമായ പണി ചെല്ലും. അവർക്കൊന്നും തീരുമാനം എടുക്കാം. ഇതും ഭയത്തിൻ്റെ ആത്മാവാണ്. പിന്നെ ചിലർ ചോദിക്കുന്നത് എവിടെ നോക്കിയാലും നല്ലൊരു സഭയില്ല, പിന്നെ എന്നാ കാണിക്കാനാണ്, നമ്മളിരിക്കുന്നിടത്ത് തന്നെ അങ്ങ് കൂടിയേക്കുക. അതും ഭയത്തിൻ്റെ ആത്മാവ് തന്നെയാണ്. വേറൊരു ചിലർ പറയുന്നൊരു കാര്യമുണ്ട്, പ്രഗത്ഭർ പലരും വീണുപോയി, പിന്നാണോ നമ്മൾ? പ്രഗത്ഭർ വീണു പോകാത്തത് കൊണ്ടല്ല നമുക്ക് കൃപയുള്ളത് കൊണ്ടാണ് നമ്മൾ. ഇതെല്ലാം ശരിക്കും ഭയത്തിൻ്റെ അടിമത്തത്തിൻ്റെ ആത്മാവാണ്. പൗലോസ് പറയുന്നു, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവല്ല, പുത്രത്വത്തിൻ്റെ ആത്മാവാണ് നിങ്ങൾ പ്രാപിച്ചിട്ടുള്ളത്. അതേ ആത്മാവിനാൽ നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നു എന്ന് പറയുന്നു. 1-2 ഉദാഹരണം പറയാം. ഈ കൊറോണ വന്നപ്പോൾ അനേകർ മരിച്ചു. കല്ലറയും മതവും സംവിധാനവും ഒക്കെ ഉള്ളവരിൽ നല്ലൊരു ശതമാനത്തിനെ പാശ്ചാത്യ നാടുകളിൽ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ വലിയ ഹെവി കിറ്റാച്ചികൾ ഇങ്ങോട്ട് വന്നിട്ട് നെടുനീളം കുഴി കുത്തി, എന്നിട്ട് ഈ ടോറസ് ലോറികളിൽ തുണിക്കകത്ത് പൊതിഞ്ഞ് കെട്ടിയ ശവം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട്, കൊച്ചു പാർട്ടീസൊന്നുമല്ല, വലിയ കൊള്ളാവുന്ന സായിപ്പന്മാർ തന്നെയാണ്, ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ടിപ്പറിന് അങ്ങോട്ട് മറിച്ചിട്ടു. എന്നിട്ട് ഇത് ഈ ഹിറ്റാച്ചിയുടെ കൈക്ക് അങ്ങോട്ട് വലിച്ചു കൂട്ടി വെച്ചിട്ട് മണ്ണിട്ടങ്ങ് മൂടി. ആയിരക്കണക്കിന് എണ്ണത്തിനെ ഒരുമിച്ച് കൊണ്ടുവന്നങ്ങ് മൂടി. ഇനി കല്ലറ ഉണ്ടെന്ന് വേണ്ടി വല്ല കാര്യമുണ്ടോ? ഒരു സാഹചര്യം വരുമ്പോൾ അറിയാം മതത്തിൻ്റെ സംവിധാനത്തിൻ്റെ ഒക്കെ സാഹചര്യം. ഒരു യുദ്ധമോ ഒരു പ്രതിസന്ധിയോ ഒക്കെ വന്ന് നെടുനീളോ ആളങ്ങോട്ട് ചാകട്ടെ, ആകെ മൊത്തം ഹിറ്റാച്ചിക്ക് ഇത് വാരിക്കോരി അല്ലെങ്കിൽ JCBക്ക് വാരിക്കോരി കിട്ടുന്ന ടോറസെ കൊണ്ടുപോയി ടിപ്പറെ കൊണ്ട കയറ്റി എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിടും.
ഇതെല്ലാം സൗകര്യവും ശാന്തതയും ഉള്ളപ്പം മാത്രമാണ് ഇതൊക്കെ പറയാൻ പറ്റുന്നത്. അല്ലാത്തടത്ത് ഇതൊന്നും പറയാൻ പറ്റത്തില്ല. ഇന്നത്തെ കാലത്താണെങ്കിൽ ഈ മതം മാറിയുള്ള വിവാഹങ്ങളൊക്കെ സാർവത്രികമായി. ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട പൗരോഹിത്യ മതത്തിലൊക്കെ 2 ജാതിയിലുള്ളതാണെങ്കിലും കെട്ടിച്ചു കൊടുത്തേക്കും. അല്ലെങ്കിൽ ആ പെണ്ണും ചെറുക്കനും അല്ലെ അവരുടെ കൂട്ടത്തിലുള്ളതും കൂടെ പോകും. അപ്പോൾ അതിനൊക്കെ പ്രത്യേക നിയമങ്ങളൊക്കെ ഉണ്ട്. ഇച്ചിരി പൈസ കൂടുതലടച്ചാൽ ഡീസൻ്റായിട്ട് കെട്ടിച്ചു കൊടുക്കും. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ശവശരീരങ്ങൾ ആഘോഷകരമായിട്ട് വഴിയെ കൂടെ കൊണ്ടുപോകുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ട് മതപരമായ കർമ്മങ്ങൾ വീട്ടിൽ നടത്തിയിട്ട് പഞ്ചായത്തിൻ്റെ വണ്ടിയിൽ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം വരും. കാരണം ഇത് വഴി നീളം കൊണ്ട് കുഴിച്ചിടാനോ വഴി നീളം കത്തിക്കാനോ ഒന്നും സമ്മതിക്കില്ല. പഞ്ചായത്തിൻ്റെ ക്രീമിറ്റോറിയങ്ങളിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് ഇത് ദഹിപ്പിച്ച് 2 അല്ലെങ്കിൽ ഇച്ചിരി ചാരമൊക്കെ കൈ കൊടുക്കുന്ന ഒരു കാലം വരും. അന്നേരം ഒരു നിയമം വരും, മതപരമായ ചടങ്ങുകളൊക്കെ വീട്ടിൽ വെച്ച് നടത്തിക്കോണം. അത് കഴിഞ്ഞ് ഈ ബോഡി പഞ്ചായത്തിൻ്റെ വണ്ടിയിലോട്ട് കയറ്റണം. ഞാൻ വിചാരിക്കുന്നത് കറുത്ത പെയിൻ്റുള്ള ആംബുലൻസ് പഞ്ചായത്തിലെല്ലാം കാണും, 1 2 എണ്ണം. അതിലോട്ട് കയറ്റി കൊടുത്താൽ 2 3 പേർക്ക് പുറകെ പോകാം. അവിടെ ചെല്ലാം, പഞ്ചായത്തിൻ്റെ ക്രീമിറ്റോറിയത്തിൽ ഇതിനെ ദഹിപ്പിച്ചിട്ട് ചാരമൊക്കെ ശകലം കൊടുത്തിട്ട് ബാക്കി വിട്ടോട്ട് കൊടുത്തു വിടും. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ കല്ലറയുടെ ഇതും തീരും. ഇനി സഭ തപ്പി നടക്കൽ എന്ന് പറയുന്നതൊക്കെ ഉണ്ടല്ലോ, നാളെ നമ്മളറിയാതെ മരണം നമ്മളെ തേടി വരും എന്ന് നമുക്ക് മനസ്സിലായാൽ നമ്മൾ ഈ സഭ സ്റ്റാൻഡേർഡും വചനവും ഉള്ള സഭയെല്ലാം തപ്പി നടക്കാതെ എവിടെയെങ്കിലുമൊക്കെ ആയിരുന്നിട്ട് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ട്, ഇപ്പം ഞാൻ നിങ്ങളോട് പ്രത്യേകമായി ചോദിക്കട്ടെ, നിങ്ങൾക്ക് നിൽക്കുന്നിടത്ത് വചനപരമായ അല്ല കാര്യങ്ങൾ എന്ന് തോന്നിയാൽ നിങ്ങൾ 2 3 4 കുടുംബങ്ങൾ ചേർന്ന് ഒരുമിച്ച് ചേർന്ന് ഒരു പ്രാർത്ഥനയും ഒരു കൂട്ടായ്മയും അറിയാവുന്ന പോലെ ഒരു വചന പഠനവും ഒക്കെ നിന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിന് ശക്തിപ്പെടുത്തും. പക്ഷേ ഈ അടിമത്തത്തിൻ്റെ ആത്മാവിൽ കിടക്കുമ്പോൾ നിങ്ങളെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അപ്പുറത്ത് കയറി ചിന്തിക്കും, കെട്ടിടമില്ല, നയിക്കാൻ ആളില്ല, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ സെമിത്തേരി ഇല്ല, 100 കൂട്ടം പ്രശ്നങ്ങളാണ്. ഈ പെന്തക്കോസ് കോളത്തിലൊക്കെയുള്ള ശുശ്രൂഷകന്മാർ നല്ലൊരു ശതമാനത്തിനും ഇതൊന്നും നയിക്കാൻ അറിയാവുന്നവരൊന്നുമല്ല, അതിനുള്ള വിദ്യാഭ്യാസം ഉള്ളവരുമല്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതെല്ലാം ചെയ്യാൻ ബലപ്പെടുത്തും എന്നുള്ള ബോധ്യത്തിലോടുകൂടെ നിൽക്കുകയാണെങ്കിൽ ഈ ഭയം മാറിക്കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കതിനുള്ള അവസരങ്ങൾ ഒരുക്കിത്തരും, നമ്മളെ ബലപ്പെടുത്തും. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, തീരുമാനങ്ങൾ താമസിപ്പിക്കുന്നതിൻ്റെ പുറകിലുള്ള ഭയത്തിൻ്റെ ആത്മാവിനെ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. അത് കേൾവിക്കാരുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്ന് വിട്ടുമാറട്ടെ. അവരോരോരുത്തരും തീരുമാനമെടുത്ത് യോഗ്യമായി മുന്നേറുവാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.